ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ സവിശേഷതകളാണ്. വിശ്വാസത്തിൻ്റെ സവിശേഷതകളിൽ അപ്പോൾ വിശ്വാസം ഒരു കൃപാവരം എന്ന ഭാഗത്തിൽ നമ്മൾ 1814 1996 കഴിഞ്ഞു. അതിൻ്റെ ഉപവകുപ്പുകളിൽ 552 കഴിഞ്ഞു. അവിടെ വിശ്വാസം കൃപാവരം എന്നതിൻ്റെ അവസാന ഭാഗത്തിൽ ഈ വിശ്വാസം പ്രവൃത്തി പദത്തിലാക്കുന്നതിന് മുൻപ് മനുഷ്യനെ ചലിപ്പിക്കാനും സഹായിക്കാനും ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങളും ആവശ്യമാണ്. അവിടുന്ന് ഹൃദയത്തെ ചലിപ്പിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും മനസ്സിൻ്റെ നേത്രങ്ങളെ തുറക്കുകയും ചെയ്യുന്നു. സത്യത്തെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും ആസ്വാദ്യകരമാക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് 2606 സത്യത്തെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ എല്ലാവർക്കും ആസ്വാദ്യകരമായിരിക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെ. അവിടുന്ന് ഹൃദയത്തെ ചലിപ്പിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും മനസ്സിൻ്റെ നേത്രങ്ങളെ തുറക്കുകയും ചെയ്യുന്നു. 2606 എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഭാഗമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പാപത്തിനും മരണത്തിനും അടിമപ്പെട്ട മനുഷ്യരാശി എക്കാലത്തും ഉയർത്തിയിട്ടുള്ള എല്ലാ നെടുവീർപ്പുകളും രക്ഷാകര ചരിത്രത്തിലെ എല്ലാ യാചനകളും എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനകളും അവതരിച്ച വചനത്തിൻ്റെ ഈ നിലവിളിയിൽ സംക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി, പാപത്തിനും പാപം മൂലമുണ്ടായ മരണത്തിനും അടിമപ്പെട്ട മനുഷ്യരാശി, പാപത്തിനും മരണത്തിനും അടിമപ്പെട്ട മനുഷ്യരാശി എക്കാലത്തും ഉയർത്തിയിട്ടുള്ള എല്ലാ നെടുവീർപ്പുകളും ഹൃദയവേദനകളും രക്ഷാകര ചരിത്രത്തിലെ എല്ലാ യാചനകളും എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനകളും അവതരിച്ച വചനത്തിൻ്റെ ഈ നിലവിളിയിൽ സംക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ നിലവിളി എന്ന് പറഞ്ഞാൽ, അവതരിച്ച വചനം എന്ന് പറഞ്ഞാൽ കർത്താവ് ഈശോ മിശിഹായാണ്. ആ കർത്താവ് ഈശോ മിശിഹായുടെ അവതരിച്ച വചനത്തിൻ്റെ ഈ നിലവിളിയിൽ സംക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ഇതാ പിതാവ് അവ സ്വീകരിക്കുകയും പുത്രനെ ഉയർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രതീക്ഷകൾക്കും അതീതമായി അവയ്ക്ക് പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്നു. ഇതാ പിതാവ് അവ സ്വീകരിക്കുകയും പുത്രനെ ഉയർപ്പിച്ചുകൊണ്ട്. അപ്പോൾ മനുഷ്യരാശി എക്കാലത്തും ഉയർത്തിയിട്ടുള്ള എല്ലാ നെടുവീർപ്പുകളും രക്ഷാകര ചരിത്രത്തിലെ എല്ലാ യാചനകളും എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനകളും അവതരിച്ച വചനത്തിൻ്റെ ഈ നിലവിളിയിൽ സംക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യരാശി എക്കാലത്തും ഉയർത്തിയിട്ടുള്ള എല്ലാ നെടുവീർപ്പുകളും രക്ഷാകര ചരിത്രത്തിലെ എല്ലാ യാചനകളും എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനകളും അവതരിച്ച വചനത്തിൻ്റെ നിലവിളിയിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: അവതരിച്ച വചനം. ഈശോ മനുഷ്യനായി അവതരിച്ചപ്പോൾ മനുഷ്യരാശിയെ മുഴുവനും തന്നിൽ സ്വീകരിച്ചു. അതാണ്, മനുഷ്യരാശിയെ മുഴുവനും തന്നിൽ സ്വീകരിച്ചു.
അങ്ങനെ യേശുവിൻ്റെ മനുഷ്യാവതാരം എന്ന് പറഞ്ഞാൽ മനുഷ്യരാശി മുഴുവനും യേശുവിൻ്റെ ശരീരത്തിൽ ഒരു വ്യക്തി മാതിരിയാകുന്നു. ഏതുപോലെ മനുഷ്യരാശി മുഴുവനും ആദത്തിൻ്റെ ശരീരത്തിൽ ഒരു വ്യക്തിയായിരിക്കുന്നു എന്ന പോലെ അവതരിച്ച വചനം മനുഷ്യനായ ദൈവപുത്രനിൽ മനുഷ്യരാശി മുഴുവനും ഒരു ശരീരമായി. അപ്പോൾ ആ മനുഷ്യരാശി മുഴുവനും യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. യേശുവിൻ്റെ ശരീരത്തിൽ ഒരു വ്യക്തി പോലെയാണ്, ഒരു ശരീരം പോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആ മനുഷ്യരാശിയുടെ എല്ലാ നെടുവീർപ്പുകളും വേദനകളും യേശു ഏറ്റെടുത്തു. മധ്യസ്ഥ പ്രാർത്ഥനകളും അവതരിച്ച വചനത്തിൻ്റെ ഈ നിലവിളിയിൽ സംക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ഇതാ പിതാവ് അവ സ്വീകരിക്കുകയും പുത്രൻ പിതാവുമായിട്ട് സത്തയിൽ ഒന്നായിരിക്കുന്നത് കൊണ്ട് അത് താനെ പിതാവിലേക്ക് ഉയരുന്നു. പിതാവ് അത് സ്വീകരിക്കുകയും പുത്രനെ ഉയർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രതീക്ഷകൾക്കും അതീതമായി അവയ്ക്ക് പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്നു. പുത്രനെ ഉയർപ്പിച്ചുകൊണ്ട്, അതായത് മനുഷ്യരായി അവതരിച്ച പുത്രൻ ഈ മനുഷ്യരാശിയുടെ മുഴുവൻ നെടുവീർപ്പുകളും തന്നിൽ ഉയർത്തി പിതാവിലേക്ക്. പിതാവ് അതിന് പ്രത്യുത്തരം നൽകുകയാണ്. പിതാവ് മനുഷ്യരാശിയെ മുഴുവനും പുത്രനിലൂടെ രക്ഷിക്കുന്നു. ആ രക്ഷയുടെ അർത്ഥമാണ് എല്ലാ പ്രതീക്ഷകൾക്കും അതീതമായി അവയ്ക്ക് പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്നു. എങ്ങനെയാണ് പ്രത്യുത്തരം നൽകിയത്? പുത്രനെ ഉയർപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ പുത്രനെ തൻ്റെ വലതുഭാഗത്തേക്ക് ഇതാ ഉയർത്തി. അങ്ങനെ മഹത്വത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു, മഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക്. അങ്ങനെ സൃഷ്ടിയുടെയും രക്ഷയുടെയും പദ്ധതിയിൽ പ്രാർത്ഥനയാകുന്ന നാടകം സാക്ഷാത്കൃതമാകുകയും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പ്രാർത്ഥന ഉണ്ടായത്. പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ രഹസ്യം ഇവിടെയാണ്. മനുഷ്യ വംശത്തിൻ്റെ മുഴുവനും വേദനകളും നെടുവീർപ്പുകളും യേശുവിൽ പൂർത്തീകരിക്കുകയും യേശു അത് പിതാവിലേക്ക് ഉയർത്തുകയും പിതാവ് പുത്രനെ ഉയർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രതീക്ഷകൾക്കും അതീതമായി അവയ്ക്ക് പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ സൃഷ്ടിയുടെയും രക്ഷയുടെയും പദ്ധതിയിൽ പ്രാർത്ഥനയാകുന്ന നാടകം സാക്ഷാത്കൃതമാകുകയും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങൾ ഈ നാടകത്തിൻ്റെ താക്കോൽ ക്രിസ്തുവിൽ നമുക്ക് നൽകുന്നു. അപ്പോൾ സങ്കീർത്തനങ്ങളാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ആരംഭം, അതിൻ്റെ താക്കോൽ, അതിൻ്റെ കീ ടു ഓപ്പൺ സങ്കീർത്തനങ്ങൾ. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഇന്നിൽ, അതായത് ഉയർത്തെഴുന്നേറ്റ ആ ദൈവത്തെ സംബന്ധിച്ച് ഇന്ന് എന്ന് പറയുന്നത് നിത്യതയാണ്. അതാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഇന്നിൽ പിതാവ് പറയുന്നു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇത് 2-ാം സങ്കീർത്തനത്തിൽ 7-8 വചനങ്ങളാണ്. 2-ാം സങ്കീർത്തനം 7-8 വചനത്തിലാണ് പറയുന്നത്, നീ എൻ്റെ പുത്രനാണ്, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. അപ്പോൾ ഇവിടെ ജന്മം നൽകി എന്ന് പറയുന്ന ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്ന് പറയുമ്പോൾ അവിടെ ഉയർപ്പിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് മനുഷ്യനായി അവതരിക്കപ്പെട്ട അവസ്ഥ. അപ്പോൾ യേശുവിൻ്റെ മനുഷ്യാവതാരവും
അതുപോലെ തന്നെ യേശുവിൻ്റെ ഉയർപ്പും. അവിടെ പറയാണ്, നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഈ നീ എൻ്റെ പുത്രനാണ് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 4-5 വചനമാണ്. അവൻ ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും. 1:3. അവൻ ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവൻ. കണ്ടോ? പക്ഷെ അവൻ ദൈവപുത്രനാവുന്നത് എങ്ങനെയാണ്? മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിൽ ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഇന്ന് നീ എൻ്റെ പുത്രനായി. ഇന്ന് നീ എൻ്റെ പുത്രനാണ്, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. അപ്പോൾ ഇവിടെ പറയുന്ന ഇന്ന് എന്നത് ഉയർപ്പിൻ്റെ ഇന്നാണ്, ഉത്ഥാനം ചെയ്ത ഇന്ന്. ജഡപ്രകാരം മനുഷ്യപുത്രനായി ജനിച്ച ഈശോ മനുഷ്യരുടെ പാപം മുഴുവൻ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് മരിച്ചു. ആ മരിച്ച ഈശോ ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ വിജയം, പിതാവിൻ്റെ വിജയം. ഇവിടെയാണ് പ്രാർത്ഥനകളുടെ എല്ലാത്തിൻ്റെയും ഐക്യം. ഇവിടെ എല്ലാ പ്രാർത്ഥനകളും പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. സങ്കീർത്തനങ്ങളിൽ മുഴുവനും അടങ്ങിയിരിക്കുന്നത് ക്രിസ്തു വിജ്ഞാനീയമാണ്. അപ്പോൾ കണ്ടോ, ഇവിടെ തന്നെ 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് എന്താ? നീ എൻ്റെ പ്രിയപുത്രൻ. ആരെക്കുറിച്ചാണത്? ഈശോയെക്കുറിച്ചാണ്. അത് ഈശോയെക്കുറിച്ച്, ഈശോയുടെ ഏതവസ്ഥയെക്കുറിച്ചാണ്? ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. ഈ വചനത്തിന് നമ്മളതിൻ്റെ അടിക്കുറിപ്പിൽ നോക്കുകയാണെങ്കിൽ ഈശോയുടെ മാമോദീസ സമയത്തും പിതാവ് പറയാണ്, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെഫറൻസ് കൊടുത്തിരിക്കുന്നു. മലമുകളിൽ താബോർ മലയിൽ രൂപാന്തരീകരണ സമയത്ത് മേഘങ്ങളിൽ നിന്നും പിതാവിൻ്റെ സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ പറയുന്നത് കേൾക്കുവിൻ. അപ്പോഴും ഈ വചനത്തിൻ്റെ കണക്ഷനാണ്. എന്നാൽ ഈ വചനം യഥാർത്ഥത്തിൽ ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെതാണ്. അപ്പോൾ ഈശോയുടെ മാമോദീസായും ഈശോയുടെ രൂപാന്തരീകരണവും ഈ പുനരുത്ഥാനത്തിൻ്റെ ഒരു മുൻകൂർ പ്രഖ്യാപനമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സങ്കീർത്തനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ പഠിക്കുമ്പോൾ അതിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് യേശുവിൻ്റെ ജ്ഞാനമാണ്, യേശുവിനെക്കുറിച്ചാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്, അപ്പോൾ ഈ ഇന്ന് എന്ന് പറയുന്നത് ഒരു നിത്യമായ ഇന്നാണ്. അവിടുത്തെ ഇന്ന് എന്നതിൻ്റെ അർത്ഥം നിത്യതയാണ്. ദൈവത്തെ സംബന്ധിച്ച് ഇന്ന് എന്ന് പറയുന്നത് നിത്യതയാണ്. ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ അത് നിത്യതയാണ്. അവിടെ ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്ന് പറയുമ്പോഴും അത് നിത്യതയാണ്. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. എല്ലാ ജനതകളും നിന്റെ ശരീരത്തിൽ ഒന്നായിരിക്കുന്നു. എല്ലാ ജനതകളും, മനുഷ്യരാശി മുഴുവനും നിന്റെ ശരീരത്തിലുണ്ട്. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. അപ്പോൾ ഭൂമിയുടെ അതിരുകൾ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ഈ ദൃശ്യമായ ഒരു ഭൂമിയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, മനുഷ്യവംശത്തിനെ മുഴുവനുമാണ് ചിന്തിക്കേണ്ടത്, മനുഷ്യവംശത്തെ മുഴുവനും. ഓക്കെ, തുടർന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് 63 എബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 7 മുതൽ 9 വരെയുള്ള ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ളൊരു ഭാഗമാണ്. അപ്പോൾ പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് തന്നെ ദൈവത്തിൽ നിന്നാണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല. അപ്പോൾ നമ്മളിതെല്ലാം പഠിക്കുന്നത് വിശ്വാസത്തിൽ ഒരു ജ്വലനമുണ്ടാക്കുന്നത്
പ്രാർത്ഥനയിലൂടെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. അവിടുന്ന് ഹൃദയത്തെ ചലിപ്പിക്കുകയും ചെയ്യുന്നു. കണ്ടോ, അവിടുന്ന് ഹൃദയത്തെ ചലിപ്പിക്കുകയും ദൈവത്തിങ്കലേക്ക് തിരിക്കുകയും മനസ്സിൻ്റെ നേത്രങ്ങളെ തുറക്കുകയും ചെയ്യുന്നു. അതെല്ലാം ഈ പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിൻ്റെ ആ വളർച്ച പ്രാർത്ഥനയിലൂടെയാണ്. ഇവിടെ ഈശോ തന്നെ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഇനി എബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത്. യേശുവിൻ്റെ പ്രാർത്ഥന എങ്ങനെ നിത്യരക്ഷയുടെ വിജയം വരിച്ചു, അതാണ് യേശുവിൻ്റെ പ്രാർത്ഥന. നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് അധികവും ചിന്തിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, യേശു നിത്യപുരോഹിതനാണ്. ആ നിത്യപുരോഹിതനായ യേശുവിൻ്റെ പ്രാർത്ഥന, യേശു ഇടവിടാതെ നിരന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യേശു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. വലതുഭാഗം എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി. എന്താണ് വലതുഭാഗം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും വിശുദ്ധിയുടെയും ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് വലതുഭാഗം എന്ന് പറയുന്നത്. അതൊരു സ്ഥലമല്ല, ദൈവത്വത്തിൻ്റെ മഹത്വത്തിൻ്റെ മഹനീയമായ അവസ്ഥ, പിതാവിനോടൊപ്പം പൂർണ്ണമായി ഒന്നായിരിക്കുന്ന അവസ്ഥയാണ് അത്. അപ്പോൾ യേശു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ യേശു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെവിടെയാ? നമ്മൾ യേശുവിൻ്റെ ശരീരത്തിലായിരിക്കുന്നു. കാരണം യേശു മനുഷ്യനായി അവതരിച്ചപ്പോൾ മനുഷ്യവംശത്തെ മുഴുവനും തൻ്റെ ശരീരമാക്കി. ക്രിസ്ത്യൻ അവിടെ നമ്മൾ പഠിച്ചാണ് വിശുദ്ധ ഹിലാരിയോസ് പറയുന്നത്, മനുഷ്യപ്രകൃതിയുടെ സ്വീകരണം വഴി അവിടുന്ന് മനുഷ്യവംശത്തിൻ്റെ സമാഹാരമുണ്ട്. മനുഷ്യവംശത്തിൻ്റെ സ്വീകരണം വഴി അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാളാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. സ്ത്രീയിൽ നിന്ന് ജാതനായി മർത്യമായ ശരീരത്തോടും അമർത്യമായ ആത്മാവോടും കൂടി സ്ത്രീയിൽ നിന്ന് ജാതനായി. അപ്പം യേശു മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പെട്ടെന്ന് മനുഷ്യവംശം മുഴുവനും യേശുവിൽ ഒരു ശരീരമായി മനുഷ്യാവതാരം സമയത്ത് തന്നെ. അങ്ങനെ മനുഷ്യരുടെ മുഴുവൻ ആ യേശുവിൻ്റെ ശരീരം കുരിശിൽ പീഡ അനുഭവിച്ച് മരിച്ചപ്പോൾ യേശുവിൻ്റെ പീഡാനുഭവത്തിലൂടെ മനുഷ്യരുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്തു കഴിഞ്ഞു. യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തിനെ യേശുവിൻ്റെ ശരീരത്തിൽ മരിപ്പിച്ചു. ഇനി പാപത്തിന് മനുഷ്യനെ പീഡിപ്പിക്കാനോ അവനെ മരിപ്പിക്കാനോ സാധ്യമല്ല. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളുടെ പാപത്തിൽ മരിച്ചു, നമ്മൾ ഉയർത്തു യേശുവിലൂടെ. അപ്പോൾ ആ ഉയർത്തതോടെ യേശുവിൻ്റെ ശരീരം, ഉയർത്ത ശരീരത്തിൻ്റെ ഭാഗമായി നമ്മൾ യേശുവിൻ്റെ ജനിച്ച ശരീരത്തിൻ്റെ ഭാഗമായിരുന്നു. യേശുവിനോടൊപ്പം നമ്മൾ അടക്കപ്പെട്ട ശരീരത്തിൻ്റെ ഭാഗമായിരുന്നു. ആ ശരീരം ഉയർത്തപ്പോൾ നമ്മൾ യേശുവിൻ്റെ ഉയർത്ത ശരീരത്തിൻ്റെ ഭാഗമായി. ആ ശരീരം ഉയർത്തെഴുന്നേറ്റ ശരീരം സ്വർഗത്തിലേക്ക് തന്നെ പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് എടുക്കപ്പെട്ടപ്പോൾ എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. അതാണ്, നമ്മെ ജീവിപ്പിച്ചു, നമ്മൾ ഉയർത്തു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഈ യേശു ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു? സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മളെവിടെയാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കണ്ടോ, നമ്മൾ വലതുവശത്ത് വന്നു, പിതാവിൻ്റെ വലതുവശത്തേക്ക് നമ്മൾ വന്നു.
സ്വർഗത്തിൽ. അപ്പോൾ നമ്മൾ ഈശോ സ്വർഗാരോഹണം ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ ശരീരത്തോടെ സ്വർഗാരോഹണം ചെയ്തു എന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മനുഷ്യവംശത്തെ മുഴുവനും അവരുടെ പാപങ്ങൾ വിശുദ്ധീകരിച്ച് അവരെ സ്വർഗത്തിലേക്ക് എടുത്തു. പിതാവിൻ്റെ വലതുഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഉയർപ്പി സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ എവിടെയായിരിക്കുന്നത്? പിതാവിൻ്റെ വലതുഭാഗത്തായിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മരിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് പിതാവിൻ്റെ അടുത്തേക്ക് കയറുള്ളതാണ്. നമ്മൾ ഇപ്പോൾ തന്നെ പിതാവിൻ്റെ വലതുഭാഗത്താണ് ഇരിക്കുന്നത്. ഷോക്കടിച്ചോ? ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ പറയുകയാണ് യേശുവിൻ്റെ പ്രാർത്ഥന. പിതാവിൻ്റെ നമ്മളെന്തിനാണ് ഇപ്പോൾ പറഞ്ഞത്? പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എവിടെയാണ് ആ വചനം? റോമർ മരിച്ചവനെങ്കിലും 33 മുതൽ ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? പറയും. നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? യേശുക്രിസ്തുവോ? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? എന്തിന് നമ്മളെ വേർപെടുത്താൻ പറ്റും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെപ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ, കണ്ടോ, ഒരു ശക്തിക്കും ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ, അതാണ് പിശാചൊരു സൃഷ്ടിയാണ്, ആ പിശാചാകുന്ന സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഉറപ്പാണ് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം. ഉറപ്പ്, വിശ്വാസം കണ്ടോ. അതിലാദ്യം തുടങ്ങുന്നത് ഇനി എന്ത് പറയാനാണ്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അപ്പോൾ യേശു ക്രിസ്തു ഇപ്പോൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമാണ് യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു നമ്മളെപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഉപവസിച്ചു, ഞാൻ ഇത്ര കൊന്ത ചൊല്ലി, ഞാൻ ഇത്ര വിശ്വാസ പ്രമാണം ചൊല്ലി, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, പ്രാർത്ഥിച്ചോ? പക്ഷെ അതെല്ലാം യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നതിനോട് കൂടെ ചേർക്കപ്പെടുന്നു. അതാണ് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഉണ്ടോ? യേശു ക്രിസ്തു ആണ് പ്രാർത്ഥനയുടെ നിത്യപുരോഹിതനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മിൽ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥന എങ്ങനെ നിത്യരക്ഷയുടെ വിജയം വരിച്ചു എന്നതിനെപ്പറ്റി എബ്രായർക്കുള്ള ലേഖനം നൽകുന്ന നാടകീയമായ വിവരണമാണിത്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണുനീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. കണ്ടോ? ക്രിസ്തു കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അതാണ് നമ്മുടെ രക്ഷയ്ക്ക് പിന്നിൽ യേശുവിൻ്റെ
കണ്ണുനീരോടും വിലാപത്തോടും കൂടെയുള്ള പ്രാർത്ഥനകളുണ്ട്. അവൻ്റെ ദൈവഭയം മൂലം ആ പ്രാർത്ഥന ശ്രവിക്കപ്പെട്ടു. ഈശോ ലാസറിൻ്റെ വീട്ടിൽ വെച്ച് പറഞ്ഞത് കേട്ടല്ലോ, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കും. പുത്രനും പിതാവുമായിട്ടുള്ള ബന്ധം അതാണ്. അവൻ്റെ ദൈവഭയം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ദൈവ ഐക്യം മൂലം ആ പ്രാർത്ഥന ശ്രവിക്കപ്പെട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ, അടുത്തത് പ്രാർത്ഥനയോടൊപ്പമുള്ള സഹനമാണ്. സഹനമില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വലിയ ഒരു വീര്യമില്ല. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. അതാണ് പുത്രനായിരുന്നിട്ടും ഭയാനകമായ സഹനം. പുത്രനായിരുന്നിട്ടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതെന്താണ് നമ്മൾ ഇത്രയും ദൈവത്തെ സ്നേഹിച്ചിട്ടും നമ്മൾ ഇത്രയും ദൈവത്തിന് വേണ്ടി എല്ലാം ചെയ്തിട്ടും ഇതുപോലെ സഹനം ഉണ്ടാകുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കണത്. സഹനം ഉണ്ടാകുന്നത് നമ്മളും പുത്രനോടൊപ്പം തന്നെ ഉള്ളത് കൊണ്ടാണ്. ആ സഹനം, പുത്രൻ അനുഭവിക്കുന്ന സഹനം നിത്യമായ ഒരു സഹനമാണ്. യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചതെല്ലാം അനന്തതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്നും ആ സഹനങ്ങൾ നിലനിൽക്കുന്നു. ആ സഹനത്തോട് നമ്മൾ ഒട്ടിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പാതിരി പിയോയ്ക്ക് 50 വർഷം പഞ്ചക്ഷതം ഉണ്ടായി. 50 വർഷം 50 വർഷം ഭയാനകമായ വേദനയാണ്. നിസ്സാര നാളുകളല്ല, 50 വർഷം. എന്തുകൊണ്ടാണ്? ഈശോയുടെ പീഡാനുഭവത്തിലുള്ള പങ്കാളിത്തമാണ്. എന്ന മാതിരി നമ്മുടെ ജീവിതത്തിൽ തിരസ്കരണം, ഭയാനകമായ തിരസ്കരണം, മറ്റുള്ളവർ നമ്മളെ പുച്ഛിക്കും, മറ്റുള്ളവർ നമ്മളെ അവഹേളിക്കും, മറ്റുള്ളവർ നമ്മളെ കാർപ്പിച്ച് തുപ്പും, ഫിസിക്കലായിട്ടല്ലെങ്കിലും വാക്കുകളിലൂടെ. യേശുവിനെ ആരെന്തെല്ലാം ചെയ്തോ, യേശുവിൻ്റെ ശരീരത്തിൻ്റെ, യേശുവിൻ്റെ ഭാഗമായ നമ്മളെല്ലാവരിലും ഇത് സംഭവിക്കും. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെന്നൊക്കെ പറഞ്ഞാലും ചില നേരത്ത് നമുക്കത് അങ്ങ് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് തോന്നും, അതെന്താ അവരങ്ങനെ ചെയ്തേ. പക്ഷേ അത് സ്വീകരിക്കണം. ചിലപ്പോൾ നമ്മുടെ ചങ്കിൽ കുത്തുന്ന മാതിരിയായിരിക്കും, ശരിക്കും ഓർക്കാപ്പുറത്ത് കുത്തുന്ന മാതിരിയായിരിക്കും, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാതിരിയാണ്. അങ്ങനെ ചങ്കിൽ കുത്തുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈശോയുടെ ചങ്കിൽ കുത്തിയ അതോർക്കുക. ഈശോയുടെ ചങ്കിൽ കുത്തിയപ്പോൾ ഈശോ എന്തു ചെയ്തു? ഈശോ മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നിരുന്നിട്ടും ആ ചങ്കിൽ കുത്തിയപ്പോൾ ചങ്കിൽ നിന്നൊഴുകിയ രക്തവും ജലത്തിലും ഒരു തുള്ളി ആ കുത്തിയവൻ്റെ കണ്ണിൽ വീണപ്പോൾ അവൻ്റെ കണ്ണു തുറന്നു. ഇതാണ് വലിയ രഹസ്യം. നമ്മളെ കുത്തുന്നവൻ്റെ കണ്ണ് തുറക്കണമെങ്കിൽ നമ്മളുടെ വേദന, നമ്മൾ അനുഭവിക്കുന്ന വേദന ഈശോയുടെ വേദനയോട് ചേർക്കുമ്പോൾ അത് ഈ ചങ്കിൽ കുത്തിയവൻ അനുഗ്രഹമാവും. ഇപ്പം തന്നെ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഇങ്ങനെ വേദന ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടാവും. ഇതൊഴിയാൻ പറ്റില്ല. കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തു അനുഭവിച്ച ഉത്ഥാനം അനുഭവിക്കുന്നതിന് മുൻപ് ക്രിസ്തു അനുഭവിച്ച ദുഃഖവെള്ളിയാഴ്ചയും ക്രിസ്തു അനുഭവിച്ച വേദനയും തിരസ്കരണങ്ങളും എല്ലാം നമ്മൾ അനുഭവിക്കും. ഇപ്പോൾ ഞാനിത് പറയും, അയ്യോ ബ്രദർ അങ്ങനെ പറയില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രദർ എന്താ പറയുന്നത്? ഞാൻ പറയണതല്ല ഇത്, കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ശിഷ്യനായിരിക്കുന്നവൻ ഞാനായിരിക്കുന്നിടത്തുണ്ടാകും. എനിക്ക് സംഭവിച്ചതെല്ലാം അവന് സംഭവിക്കും.
മറ്റുള്ളവർ നിങ്ങളെ കൊല്ലും ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട. കാരണം അവൻ ശരീരത്തെ കൊല്ലും, ആത്മാവിനെ കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനെ ഇപ്പം തന്നെ ഒന്ന് ഓർത്തേ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭയാനകമായ ഒരു വേദന ഉണ്ടായത്, ചങ്കിൽ കുത്തുന്ന അവസ്ഥ ഉണ്ടായത് ഒന്ന് ഓർക്കുക. ഓർത്തിട്ട് അത് ഈശോയുടെ വേദനയോട് ചേർക്കൂ. ഈശോയെ ചങ്കിൽ കുത്തിയവരെ ഈശോ അനുഗ്രഹിച്ചു. ഈശോയുടെ ചങ്കിൽ ഈശോയെ കുരിശിൽ തറച്ചു. ഈശോയെ കുരിശിൽ തറച്ചു. ഈശോയെ അവർ അടിച്ചു. ഈശോയുടെ മുഖത്ത് കാർപ്പിച്ച് തുപ്പി. ഈശോയുടെ വസ്ത്രം ഉരിച്ചു മാറ്റി അത്രയ്ക്ക് അവഹേളിച്ചു. എന്ന പോലെ നമുക്കുണ്ടാകുന്ന അവഹേളനങ്ങൾ, തിരസ്കരണങ്ങൾ എല്ലാം ഈശോയോടൊന്ന് ചേർക്കൂ. ഇതാണ് വലിയ പ്രാർത്ഥന. ഇത് വലിയ പ്രാർത്ഥനയാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അതാണ് പിതാവിന് ഈശോ കൊടുത്തത്. പിതാവേ, ഇതാ ഞാൻ, ഇവരെല്ലാവരും എന്നെ ചെയ്യുന്നത് കണ്ടില്ലേ, അത് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതാണ് സജീവ ബലി. ചത്തുകഴിഞ്ഞ ബലി അല്ല ഈശോ അർപ്പിച്ചത്. ഫരിസേയരും നിയമജ്ഞരും പഴയ നിയമത്തിൽ എല്ലാവരും കാളയെയും ആടിനെയും എല്ലാം കൊന്നിട്ട് ബലി അർപ്പിക്കുന്നു. അതിലെന്താ കാര്യം? ചത്തു കഴിഞ്ഞില്ലേ? ഈശോ അർപ്പിച്ച ബലി സജീവ ബലിയാണ്. സജീവ ബലി. അങ്ങനെ പരിപൂർണനാക്കപ്പെടുക വഴി തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം അവൻ നിത്യരക്ഷയുടെ ഉപകരണമായി. തന്നെ അനുസരിക്കുന്നവർക്ക്. ഇപ്പോൾ നമ്മൾ കേട്ടതനുസരിച്ച് മനുഷ്യനായി പിറന്ന അവതീർണ വചനം മനുഷ്യനായതിലൂടെ മനുഷ്യവംശത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. മനുഷ്യനായി എന്ന് പറഞ്ഞാൽ മനുഷ്യവംശം മുഴുവനും അതിലടങ്ങിയിരിക്കുന്നു. ആ മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ ദുഃഖം, വേദന, നിരാശ, പാപം, തിന്മ സകലതും അതിലുണ്ട്. അങ്ങനെ ആ ശരീരം കുരിശിൽ പീഡ അനുഭവിച്ചു സഹിച്ചതിലൂടെ മനുഷ്യവംശത്തിൻ്റെ സകല സഹനവും ഈശോ ഏറ്റെടുത്തു. മരിച്ചു, അടക്കപ്പെട്ടപ്പോൾ അതിനുശേഷം ആ മർത്യ ശരീരം അമർത്യമായി ഉയർത്തു. ആ ഉയർത്ത ശരീരം സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ചെന്നു. ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത്. അപ്പോൾ നമ്മളെല്ലാവരും ആ ഈശോയുടെ ശരീരത്തോടെ ഈശോ സ്വർഗാരോഹണം ചെയ്തപ്പോൾ, ഞാൻ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന് പറഞ്ഞത് സത്യമാണ്. ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായ നമ്മളും പിതാവിൻ്റെ വലതുഭാഗത്താണിപ്പോൾ. വലതുഭാഗമെന്ന് പറഞ്ഞാൽ മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ. അപ്പോൾ ആ അവസ്ഥയിലേക്ക് നമ്മൾ കയറി. എങ്കിലും നമുക്കിത് അനുഭവമാകണമെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മൾ എന്ത് വിട്ടുകൊടുക്കണം? അനുസരണം. നമ്മൾ പിതാവിനെ സ്നേഹിക്കണം, പുത്രനെ സ്നേഹിക്കണം, പുത്രനെ അനുസരിക്കണം. നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വേദനിച്ച സംഭവങ്ങളെല്ലാം ഈശോയെ ഇതാ അങ്ങയുടെ വേദനയോട് ചേർക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.